അങ്ങനല്ലേ ഞാൻ ഈ കോലത്തിന് ചലഞ്ച് എന്താ കലൂര് സ്റ്റേഡിയത്തിന്റെ ഐസ്ക്രീം വാങ്ങാൻ മുമ്പ് വിളിക്കാം സ്റ്റേഡിയം പറ്റുമോ അല്ലെങ്കിൽ ചെയ്യൂല ഇങ്ങനെ ചലഞ്ച് പറയാ അഭിയോ കറക്റ്റ് ആയിട്ട് ചലഞ്ച് പറഞ്ഞാല് ബസ് കളിക്കാണ് അഞ്ഞു ബാക്കി അറിയില്ലേ ചലഞ്ച് എന്താ കറക്റ്റ് പറഞ്ഞ നമ്മളവിടെ ഒരു കട അവിടെ ഈ കോസ്റ്റ്യൂമിൽ വരെ നടക്കും 50 പുഷപ്പ് അടിച്ചില്ലെങ്കിൽ ഹൈദറും ബനു ആട്ടെ കളി ആ കളിച്ചാൽ അക്സെപ്റ്റ് ചെയ്തില്ല റേസ് നടക്കും എനിക്ക് പേടിയായോ എന്നാ കളിച്ച് റേസ് നടക്കുന്ന റൂമിട് ബാക്കി നമ്മൾ കളിയിൽ നിന്ന് കാണുന്നു ആവേശകരമായ റേസ് vs ഹൈദർ. അപ്പൊ അടുത്ത കളി വെച്ച അപ്പൊ ഇപ്പൊ പറയാനുള്ളത് 1 2 3 4 ഹൈദർ ടീമും ഒറ്റ റേസിനാണ് ഉള്ളത്. ആരാധകർ കളി ആവേശകരമായ കളി ഇതാ ആനന്ദത്തോടും ആവേശത്തോടു കൂടി നമ്മൾ കാണുന്നു. ഓ കളി സ്റ്റാർട്ട് ചെയ്യുന്നു. ഹൈദറിന്റെ ടെൻഷൻ ആ ചിറിയിൽ നമുക്കറിയാം. ഹൈദറിന്റെ ടെൻഷൻ അയ്യോ കയ്യും കാലൊക്കെ വിറക്കുന്നുണ്ട്. ഇതൊക്കെ നെഞ്ചൊക്കെ നോക്കിയാ പേടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതോ ഹൈദറെ ചിറി മൂന്നൊക്കെ പോയിട്ട് ഹൈദറിന്റെ മോന്ത മാറി നോക്കാണ്. സ്കോഡൊക്കെ സെറ്റാക്കി വെക്കാണ്. നമ്മളെ ഹൈദറും സ്കോഡൊക്കെ റെഡി ആയി നിൽക്കാണ്. ഹൈദർ ജയിച്ചോ? ഹൈദറെ ജയിച്ചോ? ജയിച്ചില്ലേ റേസ്? 100%. അപ്പൊ കളി തുടങ്ങിട്ടോ. ടച്ചിലാണ്. ഇതൊന്നും കച്ചറ ഇതാകൂട്ടോ. മതി ഇത്ര മതി. പാടില്ല 16 മിനിറ്റ് പിന്നിടുമ്പോഴും ഇതാ ഹൈദർ vs റയീസ് സമനിലയിൽ കലാശിക്കുന്നു. ഹൈദർ-0 റയീസ്-0. ഇത് ആവേശകരമായ ബസ് ടൂർണമെന്റിന്റെ ഹൈദർ vs റയീസ്. പകുതിയുടെ അവസാന നിമിഷത്തിൽ റയീസിന്റെ അതിഗംഭീരമായ ഒരു ഗോൾ. എന്താണ് പറയുന്നത്? കംബാക്ക് ഉണ്ടോ? ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ ആദ്യ പകുതിയുടെ വിസിൽ മുഴങ്ങുമ്പോൾ ഇതാ 1-0 ഹൈദറിന്റെ കംബാക്ക് ഉണ്ടാവുമോ അതാ റയീസ് വിജയിക്കുമോ? കാത്തിരുന്ന് കാണാം. കടിച്ചും നാവുരച്ചും ഹൈദർ ഇതാ പൊസിഷൻ എല്ലാം മാറ്റുന്നു. 67 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ഹൈദറിന്റെ അതിഗംഭീരമായ ഒരു ഫോർമേഷൻ ഹൈദർ കംബാക്കിന്റെ അടിത്താളമിട്ട് പറയുന്നു മുൻഷിദ് ഹൈദർ അലി. ഏതാ ഗോൾ! വാട്ട് എ ഗോൾ! വാട്ട് എ മാൻ! ഹൈദർ ഫാൻസ് ആകെ DJ എല്ലായിട്ട് ഇതാ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഹൈദർ ഫാൻസ് ഹൈദർ
വാട്ടേ ഓ ലൈറ്റിട്ടാ ലൈറ്റിനെ വാട്ടേ ഗോൾ ഹൈദറിന്റെ പുഞ്ചിരി ഇതാ അവിടെ ഇരുന്നു ഹൈദറിന്റെ പുഞ്ചിരി ഹൈദർ റേസ് ഇട്ടോ ഓ റേസിന്റെ കംബാക്ക് വാട്ട് എ കംബാക്ക് റേസിന്റെ കംബാക്ക് ഓ വാട്ട് എ കംബാക്ക് റേസ് ഓ വാട്ട് എ ഗോൾ ഹൈദർ വാട്ട് എ കംബാക്ക് ഓ ചരിത്രം നിലക്കുന്ന സമയം ഇതാ കാത്തിരുന്നു കാണൂ ഹൈദർ ഓ ചുണ്ട് കടിച്ചും നാവ് വലിച്ചും ഇരിക്കുന്ന ഹൈദർ ഇതാ ടെൻഷനാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓ 2 മിനിറ്റ് പോലും റിവെഞ്ച് കാത്തിരുന്നില്ല ഹൈദർ അടിച്ചു തിരിച്ചടിച്ചോ അത്രയും ഹബീബെല്ലാം കാത്തിരുന്ന് കിളിയൊന്നും അറിയാതെ വന്നിരിക്കുന്നു വാട്ട് ഈസ് ദ ക്രൗഡ് കിട്ടി അടി പുറത്തേക്ക് അടിച്ചടാ ഇതാ ആദ്യ പകുതിയും കഴിഞ്ഞു രണ്ടാം പകുതിയും കഴിഞ്ഞു എക്സ്ട്രാ ടൈമിലേക്ക് കളി നീങ്ങുന്നു റേസ് തന്ത്രങ്ങൾ മാറ്റിമറിക്കുന്നു അയച്ചുപണികൾ ഇതാ ഹൈദറിന്റെ തന്ത്രങ്ങൾ കാണാം നമുക്ക് എന്താവും ഇതാ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ടിലാണ് നല്ല തന്ത്രങ്ങളാണ് നെയ്മിന്റെ അടുത്തുനിന്ന് വരുന്നത് കേട്ടോ നെയ്മ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റേസ് ഹൈദറൊക്കെ ടെൻഷൻ അയക്കുന്നു ഹൈദറ് ടോട്ടൽ ടെൻഷൻ ഉണ്ട് ഓ ഹൈദറിന്റെ ടെൻഷൻ അതിനു വേണ്ടി കാത്തിരിക്കുന്ന കാണികൾ അത് മതി ഇതാ റേസ് തന്ത്രങ്ങൾ മെനിഞ്ഞ് കളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഓ അവസാന നിമിഷം ഹൈദറിന്റെ ഒരു ഗോൾ ഹൈദറിന്റെ നിമിഷം ഹൈദറിന്റെ പുഞ്ചിരി വിടുന്ന നിമിഷം കാണികൾ ആവേശമായി കണ്ടിരിക്കുന്നു ഇതാ ഹൈദറിന്റെ പുഞ്ചിരി ഡിഫൻസുകൾ ടൈറ്റാക്കിക്കൊണ്ട് ഹൈദർ ഇതാ മുൻനിരയിൽ ആളുകളെ കയറ്റിയടിക്കുന്നു റേസ് ഓടേണ്ടി വരുമോ കലൂര് വരെ കാത്തിരുന്ന് കാണുന്നു കൊടുത്തോ ഓടിക്കും വെറും 8 സെക്കൻഡുകൾ മാത്രം കാത്തിരുന്നാൽ വിജയം ഹൈദറിന് അവസാന നിമിഷം ഹൈദറിന്റെ അടുത്ത ഗോൾ ഇതാ പിറന്നു ഹൈദർ പിറത്തു ഇല്ലല്ലോ ഹൈദറിന്റെ അവസാന നിമിഷം അടുത്ത ഗോൾ വാവ് അൺബിലീവബിൾ വാട്ട് എ മാച്ച് ഹൈദർ മുൻഷിദ് ഹൈദർ അലി ടൈമില്ല ഞാൻ വന്നിട്ടോട്ടെ റെഡിയാക്കാം വിശപ്പ് റേസിനെ ഓടിക്കുന്നു അൻപത് പുഷപ്പ് ഈ വാക്കിന് വിലയില്ലാത്ത വാക്കിന് വിലയില്ലാത്ത റേസിനെയാണ് ഇപ്പോൾ കാണുന്നത് ഇത്രയും നീചൊരു പ്രവൃത്തി താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു അതെ ഇത്രയും നീച പ്രവൃത്തി താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ വളരെ മോശമായി പോയി കാണികളെല്ലാം നിരാശരായി കാത്തിരിക്കുന്നു
ഫേക്ക് റൈസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിങ് കാണിച്ചു കൊടുക്കണം. ഓ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഓൻ ലാസ്റ്റ് ഒരു നമ്മളൊരു ധാരണയിലെത്തിയത് ഓനെ എന്തൊക്കെ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതേപോലെ എനിക്കൊന്നും പറ്റൂല. എന്നാ വേറെ എന്തെങ്കിലും ചെയ്യാം. 50 പുഷപ്പ്. ഫേക്ക് റൈസ് എന്നാൽ ഇനി താങ്കൾ റൈസിന്റെ കൂടെ കളിക്കുമോ? ഇത്രയും ഒരു നീച പ്രവൃത്തിയില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ച കളിയായിരുന്നു. ആ ഗോള് വരുന്നില്ല. എനിക്ക് ഓരോരില്ല. ഏത് നിങ്ങളൊക്കെ എത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല? കലൂര് വരെ ഡ്രസ്സില്ലാതെ ഓട്ടം, ട്രൗസറിലുള്ള ഓട്ടം, എല്ലാം പ്രതീക്ഷകളും. എന്താ താങ്കൾ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു? ട്രൗസറുമ്മ കലൂര് വരെ ഓടും. റേസ് ഫേക്കാണ്. അപ്പൊ ഇനി മനസ്സിലാക്കുക, റേസിനായിട്ട് ഒരു ചലഞ്ചും വെക്കാതിരിക്കുക. റേസിനായിട്ട് എല്ലാം നിർത്തുക. കുറെ ആഗ്രഹിച്ചിരുന്നല്ലോ. നെയ്മ് കുപ്പിയൊക്കെ എടുത്ത് ചാടി കളിച്ചു. എല്ലാരെയും നിരാശയിലാക്കി. എനിക്കൊന്നും അറിയില്ല. കാരണം എന്താ, ഞാൻ ജയിച്ചതാണ്. കാണികൾ സാക്ഷി നിൽക്കാൻ ഞാൻ കളി ജയിച്ചതാണ്. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നിന്റെ മാച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച്. അതായത് ഫസ്റ്റ് പറഞ്ഞ ചെയ്യാറ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞോ കളി തോറ്റിക്കോട്ട് മീച്ചെടുത്തു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനും മീച്ച. പിന്നെ നമ്മളൊരു ധാരണയിൽ എത്തിന്. ഓന് എത്ര കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഇതൊരു ധാരണ എത്തി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പറയുന്നു കളി തുടങ്ങണ്ടെങ്കിൽ മുമ്പ് ഞാൻ ഓടില്ലെന്നുള്ളത് അയച്ചു പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഇത്രയും ഒരു കിളിയൊക്കെ ഭയങ്കര ഒരു സെഡായിട്ടതാ പോകുന്നു. നെയ്മൊക്കെ ആകേതായി. നെയ്മൊക്കെ ചാടി കളിച്ചു. കുപ്പിയൊക്കെ എടുത്ത് ആടുകയില്ല. എല്ലാം പോയില്ലേ, താത്തായില്ലേ, മാക്ക് വലിച്ചില്ല. അതാണ് നമുക്ക് ആകതായതില്ലേ. ഹൈദറിന്റെ മാച്ച് എന്തൊക്കെ പറയാ? ഹൈദറിന്റെ മാച്ച് ഒരു രീതി ജയിച്ചു. ടെൻഷനൊക്കെ അടിച്ചിട്ട് കൈയൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ ചിക്കന്റെ. എങ്ങനെ കളിച്ചു ഞാൻ കണ്ടതാണ്. എന്തൊക്കെയാണ് പറയാ? ഐദർ തോറ്റീന് ഐദർ വാക്ക് വലിച്ചീന്. ഐദർ വലിക്കും. ഐദർ അങ്ങനെ ഒരു വാക്കിന് വില ഉള്ളൊരു വ്യക്തിയാണ്.